ഭൂമി വിൽപ്പനയിൽ കരാർ ലംഘിച്ചതിന് DGPയുടെ ഭൂമി കോടതി കണ്ടുകെട്ടി. അഡ്വാൻസ് തുകയായ 30 ലക്ഷം രൂപ തിരികെ നൽകാതെ കബളിപ്പിച്ചെന്നാണ് പരാതി. അതേസമയം പരാതി അടിസ്ഥാനരഹിതമാണെന്നും നിയമപരമായി നേരിടുമെന്നും സംസ്ഥാന പോലീസ് മേധാവി വ്യക്തമാക്കി. വിനീഷ് ചേരുന്നുണ്ട്. വിനീഷ്, ഗുരുതരമായ ഒരു ആരോപണം തന്നെയാണ് സംസ്ഥാനത്തെ DGPക്ക് നേരെ ഉയരുന്നത്. എന്തായാലും ഈ ഒരു വാർത്ത പുറത്തു വന്നത് അത് ശുദ്ധമായ തട്ടിപ്പ് നടത്തി എന്നുള്ളൊരു കാര്യം തന്നെയാണ് വെളിവാകുന്നതും. അതും നിയമം നോക്കി നടത്തേണ്ട DGP. തീർച്ചയായിട്ടും രജനി, സംസ്ഥാന പോലീസ് മേധാവിക്കെതിരെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ആരോപണം പുറത്തു വന്നിരിക്കുന്നത്. പക്ഷെ ആരോപണത്തിലുപരി കോടതിയുടെ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. കോടതി ഈ DGPയുടെ 10.8 സെന്റ് വസ്തു ജപ്തി ചെയ്തുകൊണ്ടുള്ള നടപടിയിലേക്ക് കോടതി കടന്നിരിക്കുകയാണ്. പ്രധാനമായ സംഭവം ഇതാണ്. DGPക്കും DGPയുടെ ഭാര്യയുടെ പേരിലുമുള്ള പേരൂർക്കട വില്ലേജിൽ ഉൾപ്പെടുന്ന 10.8 സെന്റ് വസ്തു വഴുതക്കാട് സ്വദേശിയായ ഒരാൾക്ക് വിൽപ്പനയ്ക്കായി കരാർ ഒപ്പിട്ടു. വിൽപ്പന കരാറിൽ അഡ്വാൻസായി 30 ലക്ഷം രൂപ ഈ കരാറുകാരൻ വാങ്ങുന്ന ആൾ നൽകി കഴിഞ്ഞു. അതിനുശേഷം കരാറിൽ കാലതാമസം വരുത്തി എന്നാണ് DGP വാദം ഉന്നയിക്കുന്നത്. പക്ഷേ കരാറുകാരൻ പറയുന്നത് ഈ വസ്തു. ശരി വിനീഷ്, ദയവായി ലൈനിൽ തൊടുക. ഇപ്പോൾ പരാതിക്കാരൻ ഉമർ ഷെരീഫ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഉമർ ഷെരീഫ്, ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ കോടതി ഇടപെട്ടിരിക്കുന്നു. ഇപ്പോൾ DGPയുടെ ഭൂമി കണ്ടുകെട്ടി എന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നത്. എപ്പോഴായിരുന്നു ഈ ഒരു പണം നൽകിയത്? അതിനുശേഷമുണ്ടായ കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമസ്കാരം. ഞാനും ഇപ്പോഴത്തെ DGP ശ്രീമാൻ ബർവേ സാഹിബുമായിട്ട് ഒരു കരാറിൽ ഏർപ്പെട്ടത് കഴിഞ്ഞ വർഷം ജൂൺ 22-നായിരുന്നു. നേരത്തെ പറഞ്ഞ് ഉറപ്പിച്ച പ്രകാരം ജൂൺ 22-ന് 15 ലക്ഷം രൂപ നൽകി എഗ്രിമെന്റ് സൈൻ ചെയ്തു. അത് കഴിഞ്ഞ് 4 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും 10 ലക്ഷം രൂപ കൂടി ആവശ്യപ്പെട്ടു. അത് കൊടുത്തു. വീണ്ടും ഒരു 5 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും 5 ലക്ഷം രൂപ ക്യാഷായിട്ട് വേണമെന്ന് പറഞ്ഞു. അതും അദ്ദേഹത്തിന്റെ ഓഫീസിൽ, DGP ഓഫീസിൽ ചേംബറിലാണ് കൊണ്ടു കൊടുത്തത്. അന്ന് തന്നെ രണ്ടാമത് കൊടുത്ത 10 ലക്ഷവും ഈ 5 ലക്ഷവും ചേർത്ത് അദ്ദേഹം തന്നെ ഈ ഒറിജിനൽ എഗ്രിമെന്റ് പേപ്പറിന്റെ പുറകു സൈഡിൽ റിസീവ്ഡ് 15 lakhs, ടോട്ടൽ 30 lakhs റിസീവ്ഡ് എന്ന് എഴുതി സൈൻ ചെയ്ത് തന്നിട്ടുണ്ട്. ഇതിനു ശേഷവും വീണ്ടും പണം ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ ഒറിജിനൽ ആധാരം കാണണമെന്ന് പറഞ്ഞപ്പോൾ അവർ കാണിക്കാൻ കൂട്ടാക്കിയില്ല. അത് പ്രകാരം ഞാൻ നടത്തിയ അന്വേഷണത്തിലാണ് SBI ആൽത്തറ ബ്രാഞ്ചിൽ 26 ലക്ഷം രൂപയ്ക്ക് പുറത്ത് ലയബിലിറ്റി ഉള്ളതായിട്ടാണ് ബാങ്കിന്റെ ലോൺ സെക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് കൺഫേം ചെയ്ത ശേഷം പറഞ്ഞുറപ്പിച്ചതിന് പ്രകാരം ബാധ്യതകളില്ലാത്ത പ്രോപ്പർട്ടിയെ ബാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കിയ ഞാൻ കരാറിൽ നിന്ന് പിൻവാങ്ങുന്നു, എൻ്റെ പണം തിരികെ തന്നാൽ മതിയെന്ന് അദ്ദേഹത്തോട് പറയുകയും അദ്ദേഹം അത് കേൾക്കുകയും ചെയ്തു. ദിവസങ്ങൾ മാസങ്ങൾ കഴിയുകയും പണം തിരികെ തരാൻ സാവകാശം ചോദിച്ചു 1 വർഷത്തോളം അടുത്തായിട്ട് തരാതിരിക്കുകയും അദ്ദേഹം റിട്ടയർമെന്റ് മനസ്സിലാക്കിയിട്ട് വീണ്ടും പോയി ആവശ്യപ്പെട്ടപ്പോൾ തരാൻ തയ്യാറല്ല എന്നുള്ള നിലപാട് നേരിട്ട് പറഞ്ഞില്ലെങ്കിലും നിലപാട് കണ്ടതുകൊണ്ട് ഞാൻ എൻ്റെ വക്കീലുമായിട്ട് സംസാരിക്കുകയും ബഹുമാനപ്പെട്ട കോടതിയിൽ ആദ്യം അദ്ദേഹം കോടതിയിൽ പോകുന്നതിന് മുന്നേ രേഖാമൂലം രജിസ്റ്റേർഡ് ലെറ്റർ DGPക്കും വൈഫിനും വെവ്വേറെ അയച്ചു. അതിന് മറുപടിയായിട്ട് അദ്ദേഹത്തിന്റെ വക്കീല് കൊച്ചിയിൽ നിന്ന് മിസ്റ്റർ സേവ്യർ. ശരി, എന്തായാലും ഉമർ ഷെരീഫ് പരാതിക്കാരനാണ് നമ്മളോട് പ്രതികരിച്ചിരുന്നത്. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് പലവട്ടം അഡ്വാൻസ് തുക ചോദിച്ചിട്ട് പോലും അദ്ദേഹം തിരികെ തരാൻ തയ്യാറായില്ല. നിയമപരമായി മുന്നോട്ട് പോകുമ്പോഴും അദ്ദേഹം അതിനെ കുറുക്കിടുന്ന നടപടികളിലേക്ക് കടന്നു എന്നാണ് അദ്ദേഹം പ്രതികരിച്ചത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഉമർ ഷെരീഫിൻ്റെ കോള് കട്ടായി പോയിരിക്കുകയാണ്. വിനീഷിലേക്ക് തന്നെ ചേരുന്നുണ്ട്. വിനീഷ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സംസ്ഥാനത്തെ ഒരു DGPയാണ് ഇത്തരത്തിൽ ഈ ഒരു വിഷയം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നിയമ ലംഘനം നടത്തിയിരിക്കുന്നത്. അപ്പോഴും അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ഇത് നിയമപരമായി താൻ നേരിടുമെന്നാണ്. ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ച ഉമർ ഷെരീഫ് പരാതിക്കാരൻ പറഞ്ഞത്
കൃത്യമായിട്ട് ഈ വായ്പ ഉള്ള ഒരു ഭൂമിയാണ് തനിക്ക് നൽകി കബളിപ്പിക്കുകയാണ് ചെയ്തത്. ശുദ്ധമായ ഒരു തട്ടിപ്പാണ് നടത്തിയിരിക്കുന്നുള്ള ഒരു കാര്യം വ്യക്തമാണ്. അപ്പോഴും DGP എന്ന് മാത്രമല്ല, സാധാരണക്കാരായ ഒരാൾ പോലും ഭൂമി വിൽപ്പന നടത്തുകയാണെന്നുണ്ടെങ്കിൽ, ഈ വായ്പ എടുത്ത ഭൂമിയാണെന്നുണ്ടെങ്കിൽ വായ്പ എല്ലാം തിരിച്ചടച്ചിട്ട് വേണം ആ ഒരു വിൽപ്പന നടത്താൻ. പിന്നെ എന്തുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഒരു കാര്യം നടന്നു എന്നുള്ള കാര്യമാണ്. ഒപ്പം ഇത് മറച്ചു വയ്ക്കുക കൂടെ തന്നെയല്ലേ DGP ചെയ്തതും? തീർച്ചയായിട്ടും ഗുരുതരമായ ഒരു ആരോപണം തന്നെയാണ് ഇപ്പോൾ DGPക്കെതിരെ ഉയർന്നിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷെ ഈ വിഷയത്തിൽ നിലവിൽ DGPയുടെ പ്രതികരണം ഇത്തരത്തിലാണ്. അത്തരത്തിലുള്ള ഒരു വിഷയം നടന്നിട്ടില്ല, താൻ തട്ടിപ്പ് നടത്തിയിട്ടില്ല, കരാറുകാരൻ കരാറിൽ ലംഘനം കാണിച്ചു, ആ ലംഘനമുണ്ടായ സാഹചര്യത്തിലാണ് ഈ ഒരു വിഷയം ഉയർന്നു വന്നത് എന്നാണ് DGP വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ ഇപ്പോൾ കരാറുകാരൻ ഉന്നയിക്കുന്ന ആരോപണം DGP പല തവണകളായി പണം വാങ്ങിയതിനു ശേഷം തന്നെ കബളിപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തി. പ്രത്യേകിച്ച് ഈ DGPയുടെ ഭാര്യയുടെയും പേരിലുള്ള വസ്തു പണയത്തിലാണെന്ന വിവരം പോലും ഈ കരാറുകാരനെ അറിയിച്ചിരുന്നില്ല. കരാർ എഴുതുന്ന സമയത്ത് താൻ മറ്റു ബാധ്യതാ സർട്ടിഫിക്കറ്റുകളൊന്നും തന്നെ ആവശ്യപ്പെട്ടിരുന്നില്ല. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ താൻ പിന്നീട് DGP പല ഘട്ടങ്ങളിലായി പണം ആവശ്യപ്പെടുമ്പോഴാണ് തനിക്ക് സംശയം തോന്നിയതും തുടർന്ന് താൻ അന്വേഷണം നടത്തിയതും എന്നാണ്. അവിടെയാണ് വിനീഷ്, കാരണം ബാധ്യതാ സർട്ടിഫിക്കറ്റുകളൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് കരാറുകാരൻ പറയുമ്പോഴും അതൊരു DGPയുടെ കയ്യിൽ നിന്നാണ് ഇങ്ങനെ ഒരു ഭൂമി വാങ്ങിക്കുന്നത്. അപ്പോൾ അതിന്റെ ബാധ്യതാ സർട്ടിഫിക്കറ്റുകളൊന്നും വരില്ല. കാരണം സംസ്ഥാനത്ത് ഭരിക്കുന്ന അല്ലെങ്കിൽ സംസ്ഥാനത്തെ നിയമപാലനം നടത്തുന്ന മുതിർന്ന ഉന്നതനായ ഒരു ഉദ്യോഗസ്ഥന്റെ കയ്യിൽ നിന്നാണ് വാങ്ങിക്കുന്നത്. അത് സ്വാഭാവികം തന്നെയാണ്. അപ്പോൾ ബാധ്യതാ സർട്ടിഫിക്കറ്റിൽ നിന്ന് ആവശ്യം വേണ്ടി വരില്ല എന്ന് അദ്ദേഹം തന്നെ സ്വയം വിചാരിച്ചിട്ടുണ്ടാവും. തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. സംഭവം നിലവിൽ ഈ ഒരു വിഷയം വലിയ രീതിയിൽ കോടതിയിൽ എത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ കോടതി തന്നെയാണ് വസ്തു കെട്ടിക്കൊണ്ട് നിലവിൽ കോടതി തന്നെ ഒരു മാനദണ്ഡം പുറപ്പെടുവിച്ചിരിക്കുന്നത് ഇത്തരത്തിലാണ്. കോടതി വ്യക്തമാക്കുന്നതും ഈ തരത്തിലാണ്. ഈ 30 ലക്ഷം രൂപ അഡ്വാൻസ് നൽകിയ ആളിന് തിരിച്ചു നൽകിയാൽ ഈ കേസിൽ നിന്നും നടപടികൾ നേരിടാതെ DGPക്ക് ഒഴിവാകാനാകും. പ്രത്യേകിച്ച് അഡ്വാൻസ് 30 ലക്ഷം രൂപ തിരികെ നൽകിയാൽ ഈ 10.8 സെന്റ് വസ്തുവിന്റെ ജപ്തി നടപടി ഒഴിവാക്കുമെന്നാണ് കോടതി പ്രസ്താവിച്ചിരിക്കുന്നത്. ഭൂമി വാങ്ങാൻ ഫിനിഷ് തുടർന്നോളൂ. എന്തായാലും സംസ്ഥാനത്തെ DGPയും കുരുക്കിൽപ്പെട്ടിരിക്കുക തന്നെയാണ്. ഭൂമി വിൽപ്പനയിൽ കരാർ ലംഘിച്ചതിന് DGPയുടെ ഭൂമി കോടതി കണ്ടുകെട്ടിയിരിക്കുകയാണ്. അഡ്വാൻസ് തുകയായ 30 ലക്ഷം രൂപ തിരികെ നൽകാതെ കബളിപ്പിച്ചു എന്നാണ് പരാതി. വിനീഷുണ്ട്. വിനീഷ്, കഴിഞ്ഞ ദിവസമാണ് DGPക്ക് ഈ നിയമനം നീട്ടിക്കൊണ്ടുള്ള ഒരു ഉത്തരവ് സംസ്ഥാന സർക്കാർ പുറത്തിറക്കിയത്. ഗുഡ് മാർക്ക് സർട്ടിഫിക്കറ്റ് ഉള്ള ആളായതുകൊണ്ടാണ് ഇദ്ദേഹത്തിന് ഇങ്ങനെ ഒരു നിയമനം നീട്ടി നൽകിയത് പോലും. ഇപ്പോൾ അതുകൂടെ സർക്കാരിന് വലിയ കുരുക്കാവുകയല്ലേ ചെയ്യുന്നത് ഈ ഒരു സംഭവം കൂടെ പുറത്തു വന്നപ്പോൾ? തീർച്ചയായിട്ടും രജനി സൂചിപ്പിച്ചതുപോലെ തന്നെ നിയമം നടപ്പിലാക്കേണ്ട നിയമപാലകന്റെ ഭാഗത്തു നിന്ന് തന്നെയാണ് ഇത്തരത്തിലൊരു ഗുരുതരമായ വീഴ്ച സംഭവിച്ചിരിക്കുന്നത്. അത്തരത്തിലുള്ള വീഴ്ച സംഭവിച്ചു എന്ന് കോടതി കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കോടതി ഈ 10.8 സെന്റ് വസ്തു ജപ്തി ചെയ്ത് തിരിച്ചു പിടിക്കാനുള്ള ഒരു ശ്രമത്തിലേക്ക് കോടതി കടന്നിരിക്കുന്നത്. അഡ്വാൻസ് തുക 30 ലക്ഷം രൂപ തിരികെ നൽകിയാൽ ജപ്തി നടപടിയിൽ നിന്ന് ഒഴിവാക്കുമെന്നും കോടതി വിധി പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നുണ്ട്. തിരുവനന്തപുരം അഡീഷണൽ സബ് ജഡ്ജി അനു ടി തോമസ് ആണ് കഴിഞ്ഞ ദിവസം ഈ വിഷയം വിധി പ്രസ്താവിച്ചത്. DGPയുടെ ഭാര്യയുടെ പേരിലാണ് ഇപ്പോൾ ഈ ഭാര്യയുടെയും DGPയുടെയും പേരിലാണ് തിരുവനന്തപുരം പേരൂക്കര വില്ലേജ് ബ്ലോക്ക് നമ്പർ 23 റീസർവേ നമ്പർ 140/3 ആയുള്ള ഭൂമിയിൽ വിൽക്കാനുള്ള തീരുമാനം കൈക്കൊണ്ടത്. 2023 ജൂൺ മാസം 22-നാണ് വഴുതക്കാട് സ്വദേശി ഈ ഉമ്മർ ഷെരീഫുമായി കരാർ ഒപ്പിടുന്നതും ഈ ഉമ്മർ ഷെരീഫിൽ നിന്ന് പണം തട്ടിയെടുക്കാനുള്ള ഒരു ശ്രമം DGPയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്ന ആക്ഷേപം തന്നെയാണ് ഇപ്പോൾ പ്രധാനമായും ഉയരുന്നത്. ഇത്രയും വർഷം കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു സംഭവം നടന്നിട്ട്. പക്ഷെ ഇപ്പോഴാണ് ഈ കരാറുകാരൻ പോലും ഇങ്ങനെ ഒരു പരാതിയുമായിട്ട് വരുന്നത്. അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, DGP ആയതുകൊണ്ട് പോലീസിൽ പരാതി കൊടുത്താൽ പോലും ഇതിലൊരു നടപടി ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പരാതി കൊടുക്കാത്തതെന്ന് പോലും. തീർച്ചയായിട്ടും ആ ഒരു പരാതി പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കൃത്യമായി കാര്യമില്ല എന്ന് മനസ്സിലാക്കിയ പരാതിക്കാരനായ കരാർ ഉടമ തന്നെ അല്ലെങ്കിൽ ഈ ഭൂമി വാങ്ങാൻ എത്തിയ ഉടമ തന്നെയാണ് നേരിട്ട് കോടതിയിൽ ഇത്തരം പ്രശ്നം നിലനിൽക്കുന്നു എന്ന് കാണിച്ച് കോടതിയിൽ പരാതി നൽകിയതും
കോടതിയുടെ ഭാഗത്തുനിന്ന് അനുകൂലമായ ഒരു വിധി പ്രസ്താവന ഇപ്പോൾ ആ വ്യക്തി ഉമർ ഷെരീഫ് നേടിയെടുത്തിരിക്കുന്നതും. അഡ്വാൻസ് തുകയായ 30 ലക്ഷം രൂപ തിരികെ നൽകിയാൽ ജപ്തി ഒഴിവാക്കുമെന്നാണ് കോടതിയുടെ ഇപ്പോഴത്തെ തീരുമാനം. നിലവിൽ ഈ ഭൂമി വിൽക്കാനായി 74 ലക്ഷം രൂപയാണ് ഭൂമിയുടെ വിലയായി, മൊത്തം വിലയായി കരാർ ഉണ്ടാക്കിയതും 30 ലക്ഷം രൂപ മുൻകൂറായി ഇപ്പോൾ DGP കൈപ്പറ്റിയിരിക്കുന്നു എന്ന വിവരവും തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. കൃത്യമായി 30 ലക്ഷം രൂപ DGP കൈപ്പറ്റി എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കോടതി 10.8 സെന്റ് DGPയുടെ ഭാര്യയുടെയും പേരിലുള്ള 10.8 സെന്റ് വസ്തു ജപ്തി ചെയ്യാനുള്ള നടപടിയിലേക്ക് കോടതി കടന്നിരിക്കുന്നത്. വിനീഷ, ഇവിടെ ഇപ്പോൾ ഈ കോടതി നടപടികളിലൊക്കെ തന്നെ കടന്നിട്ടുണ്ട്. അപ്പോഴും DGP പറയുന്ന നിയമപരമായി നേരിടുമെന്നാണ്. ഈ കരാറുകാരന് പണം തിരികെ നൽകാമെന്ന ഒരു കാര്യം പറഞ്ഞിട്ടില്ല. എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് DGP നിയമപരമായി നേരിടുമെന്ന് ഈ വിഷയത്തെ പ്രതികരണം നടത്തുമ്പോൾ അദ്ദേഹം മേൽക്കോടതിയിലേക്ക് ഈ വിഷയം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മേൽക്കോടതിയെ സമീപിക്കാനുള്ള ഒരു സാധ്യതയാണ് നിലനിൽക്കുന്നത്. ഇപ്പോൾ തിരുവനന്തപുരം അഡീഷണൽ സബ് കോടതിയാണ് ഈ ഒരു വിഷയം വിധി പ്രസ്താവിച്ചിരിക്കുന്നത്. 10 സെന്റ് വസ്തു DGPയുടെ ജപ്തി നടപടിയിലേക്ക് കടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നതും വിധി പ്രസ്താവിച്ചിരിക്കുന്നതും. ഇനി DGP മേൽക്കോടതിയിലേക്ക്, ജില്ലാ കോടതിയിലേക്കും മറ്റു മേൽക്കോടതികളിലേക്കും കടക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് DGP നീങ്ങും. തന്നെ ഈ കരാറുകാരൻ പറ്റിച്ചു എന്ന് കൃത്യമായ രീതിയിൽ ബോധ്യപ്പെടുത്താനുള്ള ഒരു ശ്രമം തന്നെയാണ് ഇപ്പോൾ DGPയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. എന്തായാലും കോടതി വ്യവഹാര വിഷയങ്ങളായതുകൊണ്ട് തന്നെ കോടതിയുടെ പ്രത്യേകിച്ച് കോടതിയിൽ വിഷയം എത്തിയത് കൊണ്ട് തന്നെ ഇനി മേൽക്കോടതിയെ സമീപിക്കാനായിരിക്കും നിയമപരമായി മുന്നോട്ട് പോകാൻ DGPക്ക് സാധിക്കുക. ശരി, എന്തായാലും സംസ്ഥാനത്തെ DGPയിലും വിശ്വാസമില്ലാതായിരിക്കുന്നു ജനങ്ങൾക്ക് എന്നുള്ളതിന്റെ പ്രധാന വാർത്ത തന്നെയാണ് ഇപ്പോൾ ജനTV പുറത്തുവിടുന്നത്. ഭൂമി വിൽപ്പനയിൽ കരാർ ലംഘിച്ചതിന് DGPയുടെ ഭൂമി കോടതി കണ്ടുകെട്ടിയിരിക്കുന്നു. അഡ്വാൻസ് തുകയായ 30 ലക്ഷം രൂപ തിരികെ നൽകാതെ കബളിപ്പിച്ചു എന്നാണ് പരാതി. അതേസമയം ഇതിൽ നിയമപരമായി മുന്നോട്ട് പോകും എന്നാണ് DGP വ്യക്തമാക്കുന്നത്. ഒപ്പം കരാറുകാരൻ നമ്മളോട് പ്രതികരിച്ചതുപോലെ പലവട്ടം അദ്ദേഹത്തിൻ്റെ മുൻപാകെ ഇങ്ങനെ ഒരു അപേക്ഷയുമായിട്ട് പോയിട്ട് പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ല. പോലീസിൽ പോലും പരാതി നൽകാൻ പേടിയായിരുന്നു. കാരണം സംസ്ഥാനത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനാണ്, DGP ആണ്. അതുകൊണ്ട് നടപടി എടുക്കുമോ എന്ന് പോലും അറിയിട്ടില്ല. എന്നാലും ഇപ്പോൾ കോടതി ഇടപെട്ടിരിക്കുകയാണ് ഇക്കാര്യത്തിൽ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സംസ്ഥാനത്തെ പോലീസ് മേധാവി എന്ന് പോലും ഒരു നീതി ഇല്ലാത്ത അവസ്ഥ തന്നെയാണ് ജനങ്ങൾക്ക് ഉള്ളത്. വിശദമായ റിപ്പോർട്ടാണ് വിനീഷ് നൽകിയത്.